എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് നൽകിയ അംഗീകാരത്തിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ക്ലാസ്സാണോ സംശയ നിവാരണമാണോ എന്താ വേണ്ടേ? എന്തായാലും ഒരു കാര്യം, പുതിയ ആൾക്കാരുണ്ട്. ഒരു കാര്യം, ജൈവ കൃഷി സംഘടന തുടങ്ങുമ്പോൾ മുതലുള്ള ആളാണ് ഞാൻ. ഒരു 38 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 38 വർഷം. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം, ജൈവ കൃഷി എന്ത് വില കൊടുത്തും വിജയിപ്പിച്ചേ പറ്റൂ. വേറെ ആൾട്ടർനേറ്റീവ് ആരോഗ്യ മേഖലയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വേറെ ഒരു പരിഹാരം വേണ്ടേ? നിലവിൽ ആരോഗ്യസ്ഥിതി എവിടെ നിൽക്കുന്നു? പുതിയ പുതിയ രോഗങ്ങൾ, കേട്ടുകേഴ്വിയില്ലാത്ത രോഗങ്ങളാണ് എൻ്റെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, അതായത് വിധിച്ച അന്നത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെങ്കിൽ, ഏത് രോഗം, ഇന്ന രോഗമൊന്നുമില്ല, പേരറിയ പോലും വേണ്ട, രോഗം മാറ്റാൻ സാധ്യമാണ്. അതെൻ്റെ അനുഭവമാണ്. അതിലാണ് കൂടുതൽ ആൾക്കാർ ആകർഷിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യരുടെ പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ്, മെയിനായിട്ട് നിൽക്കുന്ന ആരോഗ്യ പ്രശ്നമാണ്. ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ജൈവ കൃഷി കൂടിയേ കഴിയൂ എന്ന് ഞാൻ പറയാൻ കാരണം, ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേസ് എലമെൻ്റാണ് അയോഡിൻ. ഇന്ന് ലോകം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ അയോഡിൻ ഇല്ലാതാകാൻ കാരണം മണ്ണിൽ തീർന്നതാണ്. ഇതിന് പരിഹാരമെന്നോണമാണ് ലോകം മുഴുവൻ അയഡിൻ ചേർത്ത ഉപ്പ് തന്നത്. അത് ടോട്ടൽ ഫെയിലുവറാണ്. ഈ അയഡിൻ മാത്രം ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് വരുമെന്ന് എല്ലാവർക്കും അറിയാം, ഹോർമോണൽ ഇംബാലൻസ് വരും, ഒബിസിറ്റി വരും, മുടി കൊഴിയും. ക്യാൻസറിൻ്റെ മൂല കാരണങ്ങളിലൊന്ന് അയഡിൻ്റെ പോരായ്മയാണ്. മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്നതിൻ്റെ കാരണവും അയഡിൻ്റെ പോരായ്മയാണ്. അപ്പോൾ എത്രയോ രോഗങ്ങൾ ഒരു ട്രേസ് എലമെൻ്റ് ഇല്ലെങ്കിൽ തന്നെ വരുന്നു. ഇത് മണ്ണിൽ തീർന്നു കഴിഞ്ഞു. മണ്ണിൽ തീരാൻ കാരണം എന്താ? നിരന്തരം ഒരേ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അത് മണ്ണിൽ തീരും. അത് ആധുനിക കൃഷി ഉപയോഗിച്ച്, രാസവളം ഉപയോഗിച്ച് കൂടുതൽ ഉൽപ്പാദനം മാറ്റിയാൽ കൂടുതൽ വേഗത്തിൽ മണ്ണിൽ തീരും. ഇത് ലോകം മുഴുവനുള്ള മണ്ണിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ അയഡിൻ പോലെ 108ഓളം ട്രേസ് എലമെൻ്റ് മനുഷ്യ ശരീരത്തിന് വേണം. ഇത് കൊടുക്കാൻ ഒരു മരുന്നിനും പറ്റില്ലതാണ്. ഭക്ഷണത്തിലൂടെ തന്നെ ഈ ട്രേസ് എലമെൻറ്റുകളെല്ലാം എത്തിയേ പറ്റൂ. അതിനുള്ള ലെവലിലേക്ക് ജൈവ കൃഷി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജൈവ കൃഷിയെ അവിടം വരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ജൈവ കൃഷിക്ക് 4 ഫേസുകളായിട്ട് തിരിച്ചിരുന്നു. 4 ഫേസ്. അതിൽ ഫസ്റ്റ് ഫേസിൽ എന്ത് ചെയ്യണം എന്ന് സമിതി തീരുമാനിച്ചിരുന്നു. ജൈവ കർഷക സമിതി തീരുമാനിച്ചിരുന്നു. ഫസ്റ്റ് ഫേസിൽ എന്താണ് നമ്മളുടെ മുന്നിലെ പ്രശ്നം? നിലവിലുള്ള വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക. നിലവിൽ എന്താണോ കൃഷി ചെയ്യുന്നത് അത് വിഷമില്ലാതാക്കുക. ഇത്തിരി പ്രയാസമായിരുന്നു, വളരെയധികം പ്രയാസമായിരുന്നു. പക്ഷേ അത് അഡ്വാൻസ് ചെയ്ത് വന്നു. വിളവ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം വന്നു. രണ്ടാമത്തെ ഫേസിൽ ഇതിനകത്ത് ഈ അയഡിൻ ഉൾപ്പെടെയുള്ള സൂക്ഷ്മമൂലകങ്ങൾ, ട്രേസ് എലമെൻ്റ് പോഷണ സമ്പുഷ്ടമാക്കിയ ഭക്ഷണം വേണമെന്നുള്ളതായിരുന്നു. ഇതിന് വഴി കണ്ടുപിടിക്കാൻ ഒരുപാട് വൈകി. കാരണം ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ഞാൻ തെറി കേട്ടതും ഈ വിഭാഗത്തിനാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ട്രേസ് എലമെൻ്റ് എവിടെ നിന്ന് കൊണ്ടുവരുമെന്നായിരുന്നു ചോദ്യം. നിങ്ങൾ ജൈവ കൃഷിയൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. മണ്ണിൽ തീർന്നു പോകുന്ന ട്രേസ് എലമെൻ്റ് നിങ്ങൾ എവിടെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിൽ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യം. എനിക്ക് മറുപടി ഇല്ലാതിരുന്ന ചോദ്യം അതായിരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിൽ ചൂളി നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇന്നത് മാറി. അതായത് കടൽ വെള്ളത്തിൽ സകല ട്രേസ് എലമെൻ്റ് ഉണ്ട് എന്നുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡി നമ്മളുടെ കയ്യിൽ കിട്ടി. 40 വർഷം അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട്.
ആ പുസ്തകം എല്ലാവരും ജൈവ കർഷക സമിതിയിൽ നിൽക്കുന്ന സകലരും സി എനർജി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വാങ്ങി വായിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റൂ. ഓരോ ദിവസവും ജൈവ കൃഷി അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞിരിക്കണം, അത് മാറിക്കൊണ്ടിരിക്കണം, അഡ്വാൻസ് ചെയ്തിട്ടിരിക്കണം ജൈവ കൃഷി. അല്ലാതെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രേസ് എലമെൻ്റ് എല്ലാം കൊടുക്കാനായിട്ട് കടൽ വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് കൊടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്തു നോക്കി ശരിയാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പേരിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ചില രോഗികൾക്ക് പ്രത്യേകം നമ്മളത് കൊടുക്കുന്നുണ്ട്. കാരണം കടൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഡൈല്യൂട്ട് ചെയ്ത് തക്കാളിക്കൊഴിച്ച് ആ തക്കാളി കുട്ടികൾക്ക് കൊടുത്ത് രോഗം മാറ്റി വരുന്നു. അതായത് സകല സൂക്ഷ്മ മൂലകങ്ങളും ഇന്ന് അറിയപ്പെട്ടതും അറിയാൻ പാടില്ലാത്തതുമായ സകല ട്രേസ് എലമെൻറ്റുകളും നമ്മളുടെ ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം. അതിൽ നമ്മൾ ഈ ട്രേസ് എലമെൻ്റ് എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ജൈവ കൃഷിയിൽ എന്താ അറിയണം? മോഡേൺ മെഡിക്കൽ സയൻസ് കെമിക്കൽ മെഡിസിനിൽ നിന്നും ബയോ മെഡിസിനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബയോ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിൽ മെഡിസിൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കെമിക്കൽ മരുന്നുകളിൽ നിന്നും അവർ മാറുകയാണ്. അവിടെ നിന്നും വീണ്ടും മാറുകയാണ്, അവർ ഫങ്ഷണൽ മെഡിസിനിലേക്ക് മാറുകയാണ്. ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാധനമാണ്. അതായത് ഭക്ഷണത്തിൽ എല്ലാ ട്രേസ് എലമെൻറ്റുകളും ഉണ്ടാകുക. പോഷണ സമ്പുഷ്ടമായ ഭക്ഷണം കിട്ടിയാൽ ഫങ്ഷണൽ മെഡിസിൻ ശരിയാവും. ലോകം മുഴുവൻ ഫങ്ഷണൽ മെഡിസിനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് എന്തായിരിക്കും? ഒരു സംശയവും ആർക്കും വേണ്ട, ലോകം മുഴുവൻ കേരളത്തിലേക്ക് വരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. കാര്യം എന്താണ്? പറയുന്ന കാശ് മേശപ്പുറത്ത് വയ്ക്കും. ആ രീതിയിലുള്ളൊരു ചേഞ്ച് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രമാത്രം വൈവിധ്യമുള്ള കാലാവസ്ഥ അനുകൂലമായ ജീവജാലങ്ങളുടെ ആധിക്യമുള്ള ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന ഭക്ഷണത്തിന് അതിൻ്റേതായ വിലയുണ്ട്. ലോകം മുഴുവൻ ഇവിടെ വരും. അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാവണ്ടേ? നമ്മൾ ആവശ്യത്തിന് കൊടുക്കാൻ റെഡിയാവണ്ടേ? ഇല്ല. ഇന്ന് ആവശ്യത്തിന് ഭക്ഷണം അവർ ചോദിച്ചു വന്നാൽ കൊടുക്കാൻ നമ്മളുടെ കയ്യിലില്ല. ജൈവ കർഷകർ മുഴുവൻ ആ രീതിയിലേക്ക് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് കിടക്കണം. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് വിധിച്ച ഭക്ഷണത്തിലേക്ക് വിടണം. വിധിച്ച ഭക്ഷണം, മനുഷ്യ ശരീരത്തിന് വിധിച്ച ഭക്ഷണമുണ്ട്. ആ വിധിച്ച ഭക്ഷണം ഏത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ കൃഷി ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടക്കുന്ന കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത്, അവരുടെ ഹോംവർക്കായിട്ട് അവർക്ക് കൊടുക്കുന്നത്, അസൈൻമെൻ്റായിട്ട് അവർക്ക് കൊടുക്കുന്നത് 15 ഇനം വിളകൾ കൊടുക്കും. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ 15 ഇനം വിളകൾ നേരിട്ട് തിന്നാൻ പറ്റുന്ന, വേവിക്കാതെ നേരിട്ട് തിന്നാൻ പറ്റുന്ന 15 ഇനം വിളകൾ നമ്മൾ കൊടുക്കും. അതിൻ്റെ ഉദ്ദേശം ആ വിളകൾ മാത്രം കഴിച്ച് സകല രോഗങ്ങളും മാറ്റാം. ഓരോ വീടും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തുല്യമാക്കി മാറ്റാൻ ജൈവ കൃഷിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞിരുന്ന് നമ്മളത് ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടികളിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നതിൽ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നത് കരിമ്പാണ്. സകലരും കരിമ്പ് കൃഷി ചെയ്തോണം. കരിമ്പ് ഇപ്പോൾ അവക്കാഡോ എത്ര നാൾ മുമ്പ് നട്ടതാണ്, അവക്കാഡോ കായ്ച്ചു കഴിഞ്ഞു. കരിമ്പിൻ ജ്യൂസിനകത്ത് അവക്കാഡോ അടിച്ചു കൊടുക്കുക. പാലില്ലാത്ത വരുന്ന അമ്മമാർ എന്നെ വിളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്താ കൊടുക്കുക? കൊടുക്കുന്നത് കരിമ്പിൻ ജ്യൂസിനകത്ത് അവക്കാഡോയാണ്. അവക്കാഡോ പൗഡറാക്കി ഇറക്കി കഴിഞ്ഞു. എൻ്റെ ഒരു പൗഡർ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അവക്കാഡോ, കരിമ്പിൻ ജ്യൂസ്, കാർബോഹൈഡ്രേറ്റ്, വാട്ടർ സോളുബിൾ കാർബോഹൈഡ്രേറ്റ്, വാട്ടർ സോളുബിൾ ഫാറ്റ്, ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് കിട്ടിയാൽ മനുഷ്യ ശരീരം ഒന്നടങ്കം ഒരു ഷിഫ്റ്റ് കിട്ടും, ഒരു മാറ്റത്തിന് തയ്യാറാകും. പിന്നെ കൊടുക്കുന്നത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തേങ്ങ, മധുരക്കിഴങ്ങ്, ഒരു പിടി നിലക്കടല.
തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നതാണ്. ഇത് നേരിട്ട് തിന്നാം, ഒരു പ്രയാസവും ആർക്കും ഒരു പ്രയാസവും ചെയ്യാൻ. അങ്ങനത്തെ പേഷ്യൻ്റാണ് വരിക. ഈയിടെ ഒരു 3 മാസം മുമ്പാണ് ഒരാൾ വന്നത്. മൂത്രം ഒഴിക്കുന്നത് മുഴുവൻ രക്തമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു രക്ഷയില്ല, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് അവിടെ അഡ്മിഷനായി കഴിഞ്ഞിട്ട് ഇവിടെ ചികിത്സയില്ല, തിരുവനന്തപുരത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. RCCയിലേക്ക് വിട്ടു. RCC ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഉടനെ പറഞ്ഞു റേഡിയേഷൻ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. അയാൾ അധികം വിദ്യാഭ്യാസമുള്ള ആളല്ല, മരം വെട്ടുകാരനാണ്. അയാൾ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ചത്തുപോയിക്കോട്ടെ എന്ന്. ചത്തുപോയാലും തിരക്കേടില്ല, എനിക്ക് വേണ്ട, ഞാൻ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ചത്തുപോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി വന്നതാണ്. ഈ വേവിക്കാത്ത ഭക്ഷണം മാത്രം കൊടുത്തതാണ്. വേവിക്കാത്ത ഭക്ഷണം മാത്രം കൊടുത്ത് 1 മാസം കൊണ്ട് ക്യൂറായി എന്നുള്ളതാണ്. 21 വർഷം പൊറുക്കാതെ കൊണ്ടുവരുന്ന വ്രണങ്ങൾ 1 മാസം കൊണ്ട് പൊറുക്കുന്നുണ്ട്. അത് മാർക്കറ്റിൽ കിട്ടണത് മേടിച്ച് തിന്നിട്ടാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കഴിച്ചാലോ സിറ്റുവേഷൻ മാറും. ഇത് മാത്രമല്ല, ജൈവ കൃഷിയുടെ ലക്ഷ്യങ്ങളിൽ വെറുതെ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല. ജൈവ കൃഷി 2 തരത്തിലുണ്ട്. ഒന്ന് ജൈവ വളകൃഷിയാണ്. ഒരുപാട് തരത്തിൽ ജൈവ കൃഷിയുണ്ട്, അത് മുഴുവൻ ജൈവ വളകൃഷിയാണ്. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനെ ആധാരമാക്കിയ കൃഷിയാണ് ജൈവ കൃഷിയെന്ന്. അപ്പം മണ്ണിൻ്റെ ജീവൻ എന്താണെന്ന് പഠിച്ചാലേ മനുഷ്യൻ്റെ ജീവൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ. എങ്കിലേ ജീവനുള്ള ഒരു ശരീരത്തെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റൂ. അപ്പം ജൈവ കൃഷിയിൽ മാത്രമായി നിൽക്കരുത്, ആരോഗ്യ മേഖലയിലേക്ക് കൂടി കടന്നേ പറ്റൂ. ജൈവ കൃഷി ചെയ്ത ഉൽപ്പന്നം കഴിച്ച് സകലരുടെയും രോഗം മാറ്റാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അത് വിധിച്ച ഭക്ഷണം കൊടുക്കാനും കൂടി നമ്മൾ തയ്യാറാവണം. പോഷക സമ്പുഷ്ടമാക്കാനുള്ള വഴിയായി വിധിച്ചത് കൃഷി ചെയ്യണം, ആവശ്യത്തിന് കൃഷി ചെയ്ത് അത് കൊടുക്കാൻ പറ്റണം. മത്തങ്ങ, നല്ല പഴുത്ത മത്തങ്ങ സ്ക്രാപ്പറിൽ ഉരച്ച് അത് ഒരു കപ്പ് കഴിക്കുകയും ഒരു എക്സർസൈസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ എക്സർസൈസും ചെയ്താൽ ഏത് ലങ് ഡിസീസും മാറിക്കിട്ടും, ഏത് ആസ്മയും മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യണോ വേണ്ടേ? മത്തങ്ങ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതിരിക്കില്ലേ? 2-3 വർഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു കേടുമില്ലാതെ പെരക്കാതിരിക്കില്ലേ? വില വരുമ്പോൾ കൊടുത്താൽ മതി. ഇപ്പം മത്തങ്ങയ്ക്ക് അത്രമാത്രം പവറുണ്ട്. അപ്പോൾ മത്തങ്ങ നമ്മുടെ ഒരു വിളയായിട്ട് തിരഞ്ഞെടുക്കണം. തോന്നിയതുപോലെ വിള ചെയ്തിട്ട് കാര്യമില്ല. നെല്ലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നെല്ലിലും നമ്മൾ മില്ലറ്റാണ് ഇപ്പോൾ പറയുന്നത്. മില്ലറ്റിൽ നിൽക്കാനുള്ളവരല്ല ജൈവ കർഷകർ. വിധിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരിയല്ല നമുക്ക് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് തിരിച്ചറിയണം. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഈ സാധനം നമുക്ക് കിട്ടിയേ പറ്റൂ. ഇത് നിശ്ചിത റേഷ്യോയിൽ 60% എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്നും വരണം, 30% എനർജി ഫാറ്റിൽ നിന്നും വരണം, 10% എനർജി പ്രോട്ടീനിൽ നിന്നും വരണം. ഈ റേഷ്യോ കണക്കാക്കിയേ കൃഷി ചെയ്യാവൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഐറ്റം കൂടുതൽ ചെയ്തിട്ട് കാര്യമില്ല. ഈ റേഷ്യോ നമുക്ക് കണക്കാക്കി വേണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോട്ടീന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിലക്കടലയാണ്, കപ്പലണ്ടിയാണ്. അതല്ല ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾബറിയാണ്. മൾബറി എല്ലാവരും ഒരു 10 ചുവട് കുത്തിക്കും. പറയാൻ പറ്റില്ല എന്താ വരാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. കാരണം മൾബറിയുടെ പ്രോട്ടീൻ അനലൈസ് ചെയ്തു. ഇലയിൽ 18 മുതൽ 38% വരെ പ്രോട്ടീനുണ്ട്. എന്നാൽ പഴത്തിൽ 1.5% ഉള്ളൂ. നമുക്ക് മിനിമം ഒരു 12-14% കിട്ടണം. പക്ഷേ മൾബറിയുടെ പഴത്തിൽ 12% തുല്യമായ പ്രോട്ടീൻ കാണണം. സ്റ്റഡി നടക്കണേ ഉള്ളൂ.
നടത്തി കഴിഞ്ഞാൽ അതായത് BV എന്ന് പറയും, ബയോളജിക്കൽ വാല്യൂ 1.5% ലാബിലെ കാര്യമാണ്. ലാബിൽ പരിശോധിച്ചാൽ 1.5%. പക്ഷേ അത് ശരീരത്തിനുള്ളിൽ ചെന്നാൽ 12% ഗുണം അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇലയിൽ അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ജൈവ കൃഷി വെറുതെ ചെയ്യലല്ല, നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ ഉതകുന്ന തലത്തിലേക്ക് ജൈവ കൃഷിയെ കൊണ്ട് എത്തിക്കേണ്ടത് ജൈവ കർഷക സമിതിയുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് 3ാമത്തെ ഫേസിലാണ് വിധിച്ച ഭക്ഷണം എന്നുള്ളത്. 4ാമത്തെ ഫേസിലോ, 4ാമത്തെ ഫേസ് എന്ന് പറയുന്നത് കർഷകൻ്റെ കാര്യമാണ്. കർഷകൻ പ്രഥമ പൗരനാക്കിയെടുത്തേ പറ്റൂ. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ഭക്ഷണം വേണം. മനുഷ്യൻ്റെ പ്രഥമ ആവശ്യം ഭക്ഷണമാണ്. ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകനാണ് എങ്കിൽ കർഷകനല്ലേ പ്രഥമ പൗരനാകേണ്ടത്? ഇതേവരെ അത് കിട്ടിയിട്ടില്ല. ലോകത്ത് ഇതേവരെ അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. ഇതിനു വേണ്ടി സമരം ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് ആരാണ്? കർഷകനാണോ? ആരാണ് ഇതിനു വേണ്ടി സംസാരിക്കേണ്ടത്? പ്രവർത്തിക്കേണ്ടത് ആരാണ്? അതായത് കർഷകനാണ് പ്രഥമ പൗരൻ. അവനെ ഈ സമൂഹത്തിലെ പ്രഥമ പൗരൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പണിയെടുക്കേണ്ടത് ആരാണെന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആരാ പണിയെടുക്കേണ്ടത്? 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ. 3 നേരം ഭക്ഷണം കഴിക്കുന്നവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ വിഷം തിന്ന് മരിക്കണം. വിഷമില്ലാത്ത ഉണ്ടാക്കി സമൂഹത്തിന് കൊടുക്കുന്ന കർഷകനെ പ്രഥമ പൗരനാക്കി തീർക്കണമെന്ന് നമ്മളുടെ പ്രതിനിധിയായ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ജൈവ കർഷക സമിതിയുടെ ഇനിയത്തെ സ്റ്റെപ്പ് അതായിരിക്കണം. അതിന് പോയി സമരം ചെയ്യാനല്ല. ജൈവ കൃഷി തുടങ്ങണ സമയത്ത് തീരുമാനിച്ചതാണ്. സമരം ഇല്ല. കാരണം ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ സമരമില്ല, സഹകരണമേ ഉള്ളൂ. സഹകരണമാണ് നിലനിൽപ്പിൻ്റെ ആധാരശില. ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ എങ്ങനെ സഹകരിക്കാം എന്നതിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. അത് നമ്മൾ നടപ്പിലാക്കിയ കാര്യമാണ്. അത് നടപ്പിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നത് നടപ്പിലാക്കിയിരിക്കുന്നു. ജൈവ കൃഷിയുടെ അവാർഡ് ആർക്കുണ്ട്? ഇവർ കഴിഞ്ഞ ജില്ലാ അവാർഡാണ്. 50,000 രൂപ വെച്ച് 14 ജില്ലകൾക്ക് കൊടുക്കുന്നുണ്ട് കർഷകനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. സംസ്ഥാന അവാർഡ് 2 ലക്ഷം രൂപയാണ്. 10,000 രൂപയുടെ 33 അവാർഡുകളുണ്ട്. ഇത്തരമൊരു അവാർഡ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. ഇത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് 17ാമത്തെ വർഷമാണ്. ഈ വർഷത്തെ അവാർഡ് ഈ 28-ാം തീയതിയാണ് മുഹമ്മയിൽ വെച്ചാണ് കൊടുക്കുക. അതിൽ ഏറ്റവും നല്ല കർഷകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീകുമാർ, ആലപ്പുഴ ജില്ല. അതിന് കാരണമുണ്ട്. നാടൻ വിത്തിനങ്ങൾ മുഴുവൻ തേടിപ്പിടിച്ച്, കേരളത്തിലെ നാടൻ വിത്ത് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാമുള്ള നാടൻ വിത്തിനങ്ങളെ തേടിപ്പിടിച്ച് കൃഷി ചെയ്ത് അത് വിതരണം ചെയ്ത് തൈകൾ, നിങ്ങൾക്ക് 1 ലക്ഷം തൈ വേണമെങ്കിൽ 1 ലക്ഷം തൈകൾ തരാൻ ശ്രീകുമാറിന് സാധ്യമാണ്. എത്ര ക്വാണ്ടിറ്റി വേണേലും ഉൽപ്പാദിപ്പിച്ച് തരാനുള്ള ഒരു സംവിധാനം ശ്രീകുമാറിൻ്റെ പക്കലുണ്ട്. ശ്രീകുമാറിൻ്റെ കയ്യിലെ മുളക് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. വഴുതന കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള മുളകും വഴുതന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം ഹൈബ്രിഡാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഹൈബ്രിഡ് അല്ല. നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തേടിപ്പിടിച്ചെടുത്തുകൊണ്ട് വന്ന് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജൈവ കൃഷി തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 92-93 ആണ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ജൈവ കർഷകർ ഇറങ്ങിയിരിക്കുന്ന ജൈവ കർഷകർ എല്ലാവരും സമരത്തിലാണ്. ഏതാണ് ആ സമരം? കേരളത്തെ മുടിപ്പിച്ച ഒരു സമരമുണ്ട്. അവകാശ സമരമാണ്. അവകാശ സമരമല്ല ജൈവ കർഷക സമിതിയുടേത്, ഉത്തരവാദിത്വ സമരമാണ്. ഉത്തരവാദിത്വ സമരം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് വിജയത്തിലെത്തിക്കണം. കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഷ്ടപ്പാടുണ്ട്.
എത്ര കഷ്ടപ്പെട്ടാലും ജൈവ കൃഷിയെ അതിൻ്റെ ഉന്നത തലത്തിലെത്തിക്കേണ്ട സമയമാണ്. കേരളത്തിന് മാത്രമേ പറ്റൂ. കേരളം മാത്രമാണ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം കൃഷിയിലും ആരോഗ്യത്തിലും എടുത്തിട്ടുള്ളത്. അത് വിജയകരമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള ഒരു രാജ്യത്തും ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തെ കൃഷിയിലോ ആരോഗ്യത്തിലോ ജീവിതത്തിലേക്കോ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം എലിസബത്ത് പറഞ്ഞു, കാലാവസ്ഥ ഒരു വിളവാണ്. അത് ജൈവ കൃഷിയിലൂടെ തിരിച്ചു പിടിക്കേണ്ടതാണ്. ഇക്കോളജിക്കൽ ഡിസൈനിങ് എന്ന് പറയും. ഇത് പഠിച്ച് ഓരോരുത്തരും ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒരേക്കറിന് മേൽ കൃഷിയുടെ ഉള്ളവരെല്ലാവരും ആ ഇക്കോളജിക്കൽ ഡിസൈനിങ് ചെയ്തേ പറ്റൂ. ചെയ്ത് അത് സ്റ്റഡി നടത്തി അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലായിടത്തും മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇൻ്റർനാഷണൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് എല്ലാവരും മീറ്റിംഗ് നടത്തി കാപ്പിയും കുടിച്ച് പിരിയണതേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇതിലൊരു പരിഹാരം വേണ്ടേ? ഒരിടത്തും ഇന്നേ വരെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് വന്നിട്ടില്ല. എന്നാൽ നമ്മളുടെ കയ്യിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്. അതിലൂടെ കാലാവസ്ഥ തിരിച്ചു പിടിക്കാം. കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ കൊണ്ടുവരാൻ ഒരു പ്രയാസവും ഇല്ല. ആരോഗ്യം പിടിച്ചെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇത് തിരിച്ചു പിടിച്ചെടുക്കാൻ ഇക്കോളജി ശാസ്ത്രപ്രകാരമുള്ള ജൈവ കൃഷി ചെയ്യണം. ആ ശാസ്ത്രം പഠിച്ച് ചെയ്യണം. പഠിച്ച് അതിനെ മനസ്സിലാക്കിയ രീതിയിൽ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഇനിയും നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ, അല്ലേ? ഇപ്പം നെല്ലല്ലേ നമ്മൾ നെല്ല് കൃഷി ചെയ്യാം. നെല്ല് ഔട്ടാകാൻ പോവുകയാണ്. ഗോതമ്പ് ഔട്ടായി കഴിഞ്ഞു. ആ കാർബോഹൈഡ്രേറ്റ് അല്ല നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഏതാണോ, മനുഷ്യ ശരീരത്തിന് രോഗം മാറ്റാൻ കഴിയുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണോ അത് കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഏത് ഫാറ്റാണോ വേണ്ടത് അത് കൃഷി ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രോട്ടീൻ ഏതാണോ അത് വിള തിരഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ പുതിയ മേഖലകളിലേക്ക് കയറി വിളവ് കൂട്ടാൻ ഒരു പ്രയാസവും ഇല്ല. വിളവ് കുറഞ്ഞ കാര്യം പറഞ്ഞു എലിസബത്ത്. വിളവ് കൂട്ടാൻ ഒരു പ്രയാസവും ഇല്ല. വിളവിന് വേണ്ടത് പ്രോട്ടീനാണ്. മണ്ണിലെ കാർബണിൻ്റെ തോത് എത്രയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. കൃഷിയിൽ അത് ആരും തന്നെ നോക്കണില്ല. കാരണം മണ്ണ് പരിശോധനയുടെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് 14ാമത്തെ 15ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻറ്റിനോട് ഞാൻ പറഞ്ഞു, മണ്ണ് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. റിയാസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് മണ്ണ് പരിശോധന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കർഷകൻ്റെ കൃഷിയിടത്തിൽ വന്ന് മണ്ണ് പരിശോധിച്ച് അവിടെ വെച്ച് തന്നെ റിപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരു മിനി ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരെണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഫലപ്രദമായാൽ 14 ജില്ലയിലും അത് വരും. മണ്ണ് പരിശോധിച്ച് കാർബണിൻ്റെ തോത് 3% മേൽ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ പ്രോട്ടീനും കൂടി കൊടുക്കാൻ കഴിഞ്ഞാൽ വിളവ് വരും. പ്രോട്ടീൻ കൊടുക്കുന്നത് മീനിൻ്റെ വേസ്റ്റാണ്, നിലക്കടല പിണ്ണാക്കാണ്. ഇത് രണ്ടും കൊടുത്താൽ വിളവ് നമ്മൾ പറയുന്നത് വരും. മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാനുള്ള കാക്കാപ്പൊടി ഇറക്കി ടൺ കണക്കിന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ എതിർത്തിട്ട്, കൃഷി ഓഫീസർമാർ എതിർത്തിട്ട് ഇന്നത് വ്യാപകമായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കടൽ കക്ക പൊടിച്ച് ആവശ്യാനുസരണം തരാനുള്ള പദ്ധതി ആയിക്കഴിഞ്ഞു. നമ്മളുടെ സ്റ്റുഡൻസ്, അവിടെ വന്ന് പഠിച്ച സ്റ്റുഡൻസ് തുടങ്ങിയ യൂണിറ്റാണ്. എത്രയോ കോടികളുടെ ബിസിനസ് ആയിക്കഴിഞ്ഞു. അത് കൃഷിയിൽ മാത്രമായി നിൽക്കരുത് എന്ന് പറയാനാണ് ഞാനിത് പറയണേ. അതായത് കൃഷി വന്ന ആൾ ഒരു പ്രൊഡക്റ്റിലേക്ക് മാറി എന്ന് മാത്രമല്ല, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ 2 യൂണിറ്റ് ആക്കിയപ്പോൾ അവിടുത്തെ ആകാശം മുഴുവൻ പൊടിയായി. പൊടി പറക്കുന്നു. ആളുകൾ എതിർക്കില്ലേ? പൊള്യൂഷൻ കൺട്രോൾ ബോർഡായി ഇടപെട്ടു. ഇത് പൂട്ടിക്കാനുള്ള നടപടിയാണ് വന്നത്. പൂട്ടുകയല്ല ചെയ്തത്,
എൻ്റെ അടുക്കെ വന്നു. ഞാൻ പറഞ്ഞു അത് സക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞു. പൊടി സക്ക് ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനമാക്കി അന്തരീക്ഷത്തിലേക്ക് പോകുന്ന പൊടി മുഴുവൻ സക്ക് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് ശേഖരിച്ചു. ഒരു 40 കിലോ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുക്കലായിട്ട് അയക്കാൻ പറഞ്ഞു. ഞാനത് ഒരു വിധത്തിലൊരു പശ ചേർത്ത് എൻ്റെ ഭിത്തിയിൽ അടിച്ചിട്ടിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ വിളിച്ചു. വേറെ സ്റ്റുഡൻസ് വിളിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അവരത് ഒന്ന് നോക്കി. അതിൽ നിന്ന് ഒരു പെയിൻ്റ് ഇറങ്ങി. ഒരു പെയിൻറ്റ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നുകൊണ്ട് റബ്ബർ പാൽ ഉപയോഗിച്ച് ഒരു പെയിൻറ്റ്, പെരയുടെ അകത്തടിക്കാനുള്ള ഒരു പെയിൻറ്റ്. ഇതെവിടെ നിന്ന് കിട്ടിയതായത്? ലിവിങ് കാർബൺ. കക്ക പൊടിച്ചത് ലിവിങ് കാർബൺ ആണെന്നും കുമ്മായം ഡെഡ് കാർബൺ ആണെന്നും ഉള്ള തിരിച്ചറിവിൽ നിന്നുണ്ടായതാണ്. ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ലോകം കീഴടക്കാൻ പോകുന്ന പ്രൊഡക്റ്റാണിത്. ലോകം കീഴടക്കും. ഇങ്ങനെ ഉയരണം നമ്മുടെ പിള്ളേർ. ജൈവ കൃഷിയിൽ നിൽക്കുന്നവർ പുതിയ പ്രൊഡക്റ്റുകൾ, ലോകം കണ്ടിട്ടില്ലാത്ത പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ നമുക്ക് കഴിയണം. എങ്കിലാണ് ജൈവ കൃഷി എന്താണെന്ന് പിടികിട്ടും. പുതിയ പെയിൻറ്റ്, റബ്ബർ തോട്ടങ്ങളാണ് പാരിസ്ഥിതികമായി ഒരുപാട് തകർച്ച ഉണ്ടാക്കിയത്. റബ്ബർ വെട്ടിക്കളയാൻ പറയാൻ പറ്റുമോ നമുക്ക്? റബ്ബർ വെട്ടിക്കളയാൻ പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ റബ്ബർ തോട്ടത്തിൽ മുഴുവൻ ആഞ്ഞിലി വളരും സ്വാഭാവികമായി. ആഞ്ഞിലി വളർന്നു കഴിഞ്ഞാൽ ആഞ്ഞിലി വളരുന്നത് റബ്ബറിന് നല്ലതാണ്, റബ്ബർ വളരുന്നത് ആഞ്ഞിലിക്ക് നല്ലതാണ്. ഈ ആഞ്ഞിലിയിലേക്ക് ആഞ്ഞിലി ചക്ക തന്നെ ബഡ് ചെയ്ത് കഴിഞ്ഞു. ആഞ്ഞിലി ചക്ക ബഡ് ചെയ്തു. പ്ലാവിൻ്റെ ചക്ക പോലെ തന്നെ നല്ല ഇനം ആഞ്ഞിലി ഇഷ്ടം പോലെ ഉണ്ട്. ഈ ആഞ്ഞിലി ചക്ക പോലെ ഗുണകരമായ ഒരു ചക്ക ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല ശക്തമായ വെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാവ് പോലും ഉണങ്ങിപ്പോവും, ആഞ്ഞിലി ഉണങ്ങില്ല. അതായത് ആഞ്ഞിലിയുടെ വേര് എത്ര ദൂരത്തിൽ വേണേലും പോകാനും ആഴത്തിൽ പോകാനും അതിന് കഴിവുണ്ട്. ആ ആഞ്ഞിലിയേൽ ആഞ്ഞിലിച്ചക്ക ബഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, ചെയ്തു കഴിഞ്ഞു. പ്ലാവ് ആഞ്ഞിലിയിലേക്ക് ബഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കടപ്ലാവ് ആഞ്ഞിലിയിലേക്ക് ബഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. റബ്ബർ തോട്ടത്തിൽ നിന്നും, 1 ഏക്കർ റബ്ബർ തോട്ടത്തിൽ നിന്നും റബ്ബർ പാല് ഒരു അഡീഷണൽ ബോണസ് പോലെ നിൽക്കുകയും അതിൽ നിന്നും ഭക്ഷണം വരികയും ചെയ്യുന്ന രീതിയിലേക്ക് റബ്ബർ തോട്ടങ്ങളെ മാറ്റണം. ഇതിനുള്ള നടപടിയും ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളല്ലേ കാര്യങ്ങൾ? വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒട്ടും നിരാശ വേണ്ട. എൻ്റെയൊക്കെ പറഞ്ഞു, നിങ്ങൾ കാസർഗോഡ് ചെന്നപ്പോൾ ലൂക്കോസേട്ടൻ്റെ കൃഷിയിടത്തിൽ പോയിരുന്നു, അത് നല്ല നിരാശയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. തിരിച്ചടിയായി പോയി. ലൂക്കോസേട്ടൻ ആദ്യകാല പ്രസിഡൻ്റാണ് ജൈവ കർഷക സമിതിയുടെ. ലൂക്കോസേട്ടൻ സെക്രട്ടറിയാൻ പറ്റിയാണ്, ഞാൻ പ്രസിഡൻ്റാണ്. ആദ്യകാല സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആയിരുന്നു ലൂക്കോസേട്ടൻ. അന്ന് നിന്നെടുത്ത് നിൽക്കുക. ജൈവ കൃഷി ഒരുപാട് അഡ്വാൻസ് ചെയ്തു. മനസ്സിലായില്ലേ? ജൈവ കൃഷിയുടെ അറിവ് ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിലും കൃഷി മേഖലയിലും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്നോട്ടുള്ള പോക്കിൽ നമ്മളും എല്ലാവരും കയറിയില്ലെങ്കിൽ നിരാശ വരും, യാതൊരു സംശയവുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ഓരോ ദിവസവും പഠനവും പരീക്ഷണവും അവരവരുടെ കൃഷിയിടത്തിൽ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാവരും തയ്യാറാവുക. നമ്മളെന്തായാലും ഇപ്പോൾ ഇവരൊക്കെ വന്ന് അവിടെ വന്ന് പഠിച്ചു, യൂണിവേഴ്സിറ്റി വന്ന് പഠിച്ചേ പറ്റൂ. പഠിക്കാതെ എന്ത് ചെയ്താലും അത് പരാജയമായിരിക്കും. കാരണം അവിടെ സോയിൽ സയൻസ് എടുക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 സയൻറ്റിസ്റ്റാണ്. സോയിൽ സയൻസ് എടുക്കുന്നത് അദ്ദേഹം കേൾക്കണ്ടേ? മലയാളിയാണ്, ഇവിടെ ഉണ്ട്. അത്തരം ശാസ്ത്രജ്ഞന്മാരെ കൂടി നമ്മൾ കേൾക്കണ്ടേ? അവർ പറയണത് എന്താണെന്ന് പഠിക്കണ്ടേ? അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? അല്ലാതെ ഇവരെല്ലാം തള്ളിക്കൊണ്ട് നമുക്ക് പോവുക എന്നുള്ളതല്ല വഴി. നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരെ എല്ലാവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ജൈവ കൃഷി അഡ്വാൻസ് ചെയ്യുകയും ജൈവ കൃഷി ഏത് കൃഷിയെയും വെല്ലുന്ന രീതിയിലേക്കുള്ള വിളവ് ഉൽപ്പാദിപ്പിക്കാനും കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. ഒറ്റ കാര്യമുള്ളൂ, ജൈവ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ ഗവൺമെൻറ് തന്നെ എടുക്കണം. ഉൽപ്പാദന ചെലവും 50% കൂടി ഇട്ടുള്ള വിലയ്ക്ക്
ജൈവ കർഷകരുടെ കയ്യിൽ നിന്നും ഗവൺമെൻറ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ എടുപ്പിക്കണം. അത് നമ്മുടെ ജോലിയാണ്. അവരെ കൊണ്ട് എടുപ്പിക്കേണ്ട ജോലി നമ്മളുടേതാണ്. അതിന് ആനുപാതികമായ ബോണസ് കർഷകന് കിട്ടണം, ആനുപാതികമായ പെൻഷനും കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ ജൈവ കൃഷിയിലേക്ക് ആൾ വരുവോ ഇല്ലേ? അതായത് ജൈവ കർഷകൻ എന്തുൽപ്പാദിപ്പിച്ചാലും അര കിലോ പാവക്കായ ഉൽപ്പാദിപ്പിച്ചുള്ളൂ. അതെടുക്കാൻ ഒരു ഗവൺമെൻറ് സംവിധാനം ഉണ്ടെങ്കിലോ? ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ആവശ്യം നമുക്കുണ്ടോ? ഇച്ചിരി സബ്സിഡി കിട്ടുമായിരിക്കും, ഇല്ലേ? ഇതില്ലാതെ എന്താ വേണേ? ഓണത്തിന് ഒരു തോർത്തും കിട്ടും 150 രൂപയുടെ. ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കണേ. അംഗീകാരമാണ് കൊടുക്കണേ, അംഗീകാരം. ഒരു തോർത്ത് 150 രൂപയുടെ ഒരു ഷാളിട്ട് പറഞ്ഞ് വിടുന്നതാണ് കർഷകന് കൊടുത്തിരിക്കുന്ന അംഗീകാരം. ഇവൻ പ്രഥമ പൗരനാണ്. അത് മുഖത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയണം, കർഷകനാണ് പ്രഥമ പൗരൻ. ആ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഇപ്രാവശ്യത്തെ സെലക്ഷന് തിരുവനന്തപുരം ജില്ലയിൽ സെലക്ഷന് കിട്ടിയത് ഒരു ലോ കോളേജിലെ സ്റ്റുഡൻസിൻ്റെതാണ്. ലോ കോളേജ്, അവർക്കൊരു പ്രോത്സാഹനമുണ്ട്. അവിടുത്തെ കുട്ടികളെ വിളിച്ചു കൂട്ടി ഞാൻ പറഞ്ഞു, ലോ കോളേജിന് ഞങ്ങളൊരു പ്രോത്സാഹനം തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷൻ, കർഷകർക്ക് വേണ്ടി കോടതി പോകാൻ നിങ്ങൾ തയ്യാറാണോ? സ്റ്റുഡൻസ് അവർ തയ്യാറായിട്ടുണ്ട്. തയ്യാറായിട്ടുണ്ട്. ഒറ്റ കാര്യമാണ് പറഞ്ഞത്, കർഷകന് അവന് പറയുന്ന ഡിമാൻഡ്, അതായത് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഗവൺമെൻറ് എടുക്കണം, അതിന് ബോണസ് കിട്ടണം, പെൻഷൻ കിട്ടണം. ആ സംവിധാനം ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് 1 രൂപയുടെ വർധനവ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇത് കോടതിയിൽ ഡിമാൻഡ് ചെയ്യണം. ഗവൺമെൻറ് കേട്ടില്ലെങ്കിൽ കോടതി വഴിയും മൂന്നടക്കണം. എങ്ങനെയായാലും അത് സാധിച്ചെടുക്കണം. എങ്കിലേ പുതിയ തലമുറ കൃഷിയിലേക്ക് വരൂ. കാരണം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ സ്റ്റാറ്റസിലേക്ക് കർഷകനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടി നമ്മുടെ 4th ഫേസാണ്. ജൈവ കൃഷിയുടെ 4ാമത്തെ ഫേസ് അതാണ്. അതിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യേണ്ടത്. 3rd ഫേസും ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഒരിടത്തും എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അത് എത്തുക തന്നെ ചെയ്യും. കാരണം ഇന്ന് വരുന്ന ഡീജനറേറ്റീവ് ഡിസീസ്, പുതിയ രോഗങ്ങൾ അതിനെ കൊണ്ടുവരും. അതായത് പണ്ട് കാലത്ത് രക്തം കുറഞ്ഞിട്ടായിരുന്നു ആൾക്കാർ വരിക. ഇന്ന് വരുന്ന ആരാണെന്നറിയാമോ? രക്തം കൂടുതലായതുകൊണ്ട്. പ്ലേറ്റ്ലെറ്റ് കുറയുന്നതായിരുന്നു രോഗം, ഇന്ന് അതല്ല, പ്ലേറ്റ്ലെറ്റ് കൂടുന്നതാണ്. ഹോർമോണൽ ഇൻബാലൻസ് വളരെ കോമൺ ആയി കഴിഞ്ഞു. പുതുപുത്തൻ ഡീജനറേറ്റീവ് ഡിസീസ്, ക്യാൻസറും ഷുഗറും ഉൾപ്പെടെ സകലതും പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഷുഗർ മാറുമെന്ന് ആധുനിക ചികിത്സാശാസ്ത്രം പറഞ്ഞിരുന്നില്ല, ഇന്ന് പറഞ്ഞു തുടങ്ങി. എന്താ കാര്യം? ഷുഗർ നമ്മൾ മാറ്റി എന്നുള്ളതാണ്. ഏത് ഷുഗർ രോഗവും മാറ്റിക്കഴിഞ്ഞു. 25 വർഷം ഇൻസുലിൻ എടുത്ത ഷുഗർ രോഗിയുടെ പോലും ഷുഗർ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. കാരണം അവർക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് മാറുന്നു. ക്യാൻസറും മാറുന്നു. അത്ഭുതകരമായ റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോഷകസമ്പുഷ്ടമായ വിധിച്ച ഭക്ഷണം മാർക്കറ്റിൽ എത്തിയേ പറ്റൂ. ഓരോ വീടിലും ഉണ്ടായേ പറ്റൂ. അത് കഴിച്ചു തുടങ്ങിയേ പറ്റൂ. അതായത് പഴങ്ങൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, അറിഞ്ഞിരിക്കണം. ഒരു നേരം പഴം അല്ലെങ്കിൽ 3 നേരം പഴം കഴിക്കാൻ പറഞ്ഞപ്പോൾ വാഴപ്പഴവും കഴിച്ചുകൊണ്ടിരുന്നു. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നു. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കിട്ടുന്ന തരത്തിൽ ഫ്രൂട്ട്സ് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് കിട്ടണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം ജൈവ കൃഷിയുടേത്. അല്ലാതെ നമ്മൾ കുറച്ച് വിളവുണ്ടാക്കി മാർക്കറ്റിൽ കൊടുത്ത്, ഇപ്പോൾ എന്തൊക്കെ പറയണത് എന്താണെന്നറിയാമോ? ജൈവ കൃഷി നിൽക്കുന്നവർ പറഞ്ഞ് ഒരു വിഷമമില്ല സാറേ, പ്ലോട്ടിൽ വന്ന ആളുകൾ പറയുന്ന വില തന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശരിയാണ്, പറയുന്ന വില തന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ മേലാതായി കഴിയുമ്പോൾ ആര് വരും? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആര് കൃഷി ചെയ്യും? ആര് സഹായത്തിന് വരും? അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിൻ്റേതാണ്. സമൂഹത്തിൻ്റെ പ്രതിനിധിയായ ഗവൺമെൻറ്റിൻ്റേതാണ്.
ഗവൺമെൻറ്റിനെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള സകല നടപടികളും നമ്മൾ എടുത്തേ പോകുന്നുണ്ട്. ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താ സംശയങ്ങൾ ചോദിക്കുക. എന്താണ് സംശയം? ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് സംശയം ചോദിക്കാം. എന്ത് സംശയം? ഇത് നിർത്തി. ഞാൻ വെറുതെ 38 വർഷമായി പ്രഭാഷണം തുടങ്ങിയിട്ട്. എന്നെ കണ്ണൂരുകാർ വന്ന് വിളിച്ചു. കണ്ണൂരുകാർ ചെന്നേ പറ്റൂ. ഞാൻ ചോദിച്ചു എന്താ പരിപാടി? അവിടെ ഒരു മീറ്റിംഗാണ്, സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗ് നടക്കുക. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി, മീറ്റിംഗ് നിർത്തി ഒരു കാര്യമില്ല. മീറ്റിംഗ് അല്ല, പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അടിസ്ഥാനപരമായി ഓരോ വീട്ടിലും ആളുകൾ എത്തണം, അവരുടെ രോഗം മാറ്റി കൊടുക്കണം. അത് നമുക്ക്